ഹായ്, ഇന്ന് ഞാനൊരു ലഞ്ച് വ്ളോഗാണ് കാണിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ചിന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഞാൻ ലഞ്ചിന് മുമ്പ് ചെയ്യാറുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. ഇന്ന് ഞാനൊരു ആലു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമായിട്ട് നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അതിൽ കുറച്ചൊക്കെ അഴുക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴുകി വെച്ച പ്ലേറ്റ്സ് എല്ലാം ഒന്ന് തുടച്ച് മാറ്റുകയാണ്. അതില്ലെങ്കിൽ ഇനി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ തെറിക്കും. പിന്നെ എനിക്ക് കുറച്ച് ചെടികൾ ഇങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഇന്നൊന്ന് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് അതിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിൽ നിറച്ച് ഇങ്ങനെ നമ്മൾ എന്തോ പറയും, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണ മാതിരി ഞാനതിനെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ചെടികൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നന്നായിട്ട് വളരും. അതിൻ്റെ പുറത്ത് നമ്മൾ വെളിയിൽ വെച്ചേക്കുകയാണെങ്കിൽ മഴയൊക്കെ പെയ്തും അല്ലെങ്കിൽ നമ്മൾ ഹോസ് വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. ഇതിൽ അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് വേരൊക്കെ വെട്ടിക്കളഞ്ഞ് എക്സ്ട്രാ ഉള്ള വേരെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പോട്ടും കഴുകി അതിനെ നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കും ചെടിയെ. അപ്പോൾ നല്ലതായിട്ട് വളരാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം. കൊതുകിൻ്റെ ശല്യമുള്ളിടത്ത് ഒന്നിരാടം നിങ്ങൾ വെള്ളം മാറ്റി കൊടുത്ത് നോക്കണം. അതിനകത്ത് കൊതുകിൻ്റെ എന്തെങ്കിലും മുട്ട എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ നോക്കണം. അപ്പം പോട്ട് നന്നായിട്ട് കഴുകണം സോപ്പിട്ട്. ഇങ്ങനെ വെച്ചാൽ ചെടി എളുപ്പം വളരും. പിന്നെ ഇത് വിനെഗർ വെച്ചിട്ടാണ് ഞാൻ വിളക്ക് തേക്കുകയാണ്. അത് വിളക്ക് വിനെഗർ വെച്ചോ അല്ലെങ്കിൽ ലൈം ജ്യൂസ് വെച്ചിട്ടോ ഞാൻ തേക്കാറുണ്ട്. പുളിയൊക്കെ ഇപ്പോൾ നമുക്ക് കുക്കിങ്ങിന് പോലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിനെഗറോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ യൂസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി അതിൽ ഇടും, ഒരു കയ്യിലൊരു പിടിച്ചിരിക്കാനായിട്ട്. ചിലപ്പോൾ വെറുതെ അങ്ങ് തേക്കേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കും. നന്നായിട്ട് വെളുത്ത് കിട്ടും, നല്ല ഭംഗിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ ആലു പൊറോട്ടയ്ക്കുള്ള പൊട്ടാറ്റോ ഞാൻ ഇങ്ങനെ വേവിക്കാൻ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. പിന്നെ അതിനുള്ള വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്യാണ്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. മല്ലിയില, പച്ചമുളക്, സവാള ഇതെല്ലാം കുഞ്ഞായിട്ട് നല്ലതായിട്ട് നുറുക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അത് പൊട്ടി വെളിയിൽ വരും. അരിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചിലർക്ക് കൊത്തി അരിയാൻ അറിയാമായിരിക്കും, അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു 4 പൊട്ടറ്റോയാണ് എടുത്തത്. അതിന് ഒരു അര സവാള മതി. ഇത് ഞാൻ ഒരു സവാള കുറച്ച് ഞാൻ സാലഡിന് എടുക്കുന്നുണ്ട്. സവാള കൂടുതലിടണ്ട. അഥവാ അങ്ങനെ കവർ ചെയ്ത് അങ്ങനെ പ്രയാസമുള്ളവർക്ക് സവാള ചേർക്കണ്ട. ഇത് കുറച്ച് പുതിന ഞാൻ നട്ട് വെച്ചേക്കുന്നതെന്ന് ഞാൻ കുറച്ച് എടുക്കുകയാണ് ഇതിൽ ചേർക്കാനായിട്ട്. ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ടതും നന്നായിട്ട് വളർന്നു വരും. വേരും വന്നിട്ടുണ്ട് നന്നായിട്ട്. മണ്ണിലുള്ളത് എളുപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ എളുപ്പം വാടിപ്പോവും. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നന്നായിട്ട് വേര് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3 ആഴ്ചയൊക്കെ ആയ പുതിനയാണ്. പക്ഷേ വെള്ളം മാറ്റി കൊടുക്കണം. ഒന്നിരാടം വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ ഇത് പറാട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കുകയാണ്. ഈ പറാട്ട ഉണ്ടാക്കാനുള്ള മാവ് ഇത്തിരി ടൈറ്റായിട്ട് കുഴയ്ക്കണം, ലൂസാവരുത്. അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് വെളിയിൽ വരും. കുറച്ചൊക്കെ വെളിയിൽ വരും, അത് കുഴപ്പമില്ല. പക്ഷെ തീരെ അങ്ങ് ലൂസാവാൻ പാടില്ല, ടൈറ്റായിട്ട് കുഴയ്ക്കണം. വെളിയിൽ നിന്ന് വാങ്ങിയ മാവാണെങ്കിൽ, നമ്മൾ പൊടിച്ചതല്ല, വെളിയിൽ നിന്ന് വാങ്ങിയ മാവാണെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കുഴച്ച് വയ്ക്കണം. അല്ലെങ്കിൽ അതിൽ കുറച്ചൊരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ അത് ലൂസായി പോവും. ഇത് ഞാൻ വെറുതെ സാദാ വെള്ളവും ഒരിത്തിരി എണ്ണയും കുറച്ച് ഉപ്പും ഇട്ട് കുഴയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സിലിക്കൺ മാറ്റാണ്. ഇതിൽ വെച്ച് നമുക്ക് കുഴയ്ക്കാനും പറ്റും, പരത്താനും പറ്റും. നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലിട്ട് നമുക്ക് കുഴയ്ക്കണമെങ്കിൽ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയൊക്കെ നേരെ പൊട്ടറ്റോയിലിട്ട് നിങ്ങൾക്ക് മാഷ് ചെയ്ത് എടുക്കാം. ഞാൻ കുറച്ച് വഴറ്റി എടുക്കുകയാണ്. കാരണം ഒന്നാമത് ആ സവാള ചിലപ്പോൾ ഹാർഡായിട്ട് കിടക്കും, ചിലർക്ക് പച്ചച്ചൊവ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ വഴറ്റിയാണ് സാധാരണ ആലു പൊറോട്ടയ്ക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയായിട്ട് തന്നെ ഇത് എല്ലാം ചേർക്കാം. ഇത് ഞാൻ സവാള കുറച്ച് വഴറ്റി, പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി, ഓരോ ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഒരുപാട് വഴറ്റണ്ട, ചെറുതായിട്ട് ആ പച്ചമണം മാറിയാലും മതി. മസാല ഉണ്ടാക്കുമ്പോൾ അതിലുള്ള ഉപ്പ് അത് പ്രത്യേകം ചേർക്കണം. പച്ചമുളകും ചേർക്കുകയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ, ഇപ്പോൾ തന്നെ നല്ല എരിവുണ്ടായിരുന്നു, അപ്പോൾ ഇത്രയും മതി. ഒരു 2 പച്ചമുളകാണ് ഞാൻ ചേർത്തത്. പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി ഞാൻ എണ്ണ ചേർത്തു, എണ്ണ പോരായിരുന്നു.
ഇനി ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. ഇത് അധികം വഴറ്റണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ എളുപ്പം ചേർക്കുകയാണ്. ഒരു അല്ലി വെളുത്തുള്ളിയും വലിയ പീസ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. അതിൻ്റെ നാരോ മറ്റോ ഉണ്ടെങ്കിൽ അതിനങ്ങ് മാറ്റി വയ്ക്കണം. പിന്നെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി. ഇത് കടുക് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച ശേഷം ഞാൻ ജീരകം ഇട്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഇടാം. എണ്ണയിലിട്ട് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വെറുതെ ജീരകം ഇടാം. പിന്നെ ജീരകപ്പൊടിയും ഞാൻ കുറച്ച് ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പ്, മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയിൽ ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ കുറച്ച് ഓമം നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്ത് അതിൽ ചേർത്താലും മതി. അത് വയറിനൊന്നും കുഴപ്പം വരാതിരിക്കണം ജീരകം ഓമം ഒക്കെ ചേർക്കുന്നത്. പൊട്ടറ്റോ ചിലർക്ക് വയറിന് പിടിക്കില്ല. പിന്നെ ഇത് കുറച്ച് ചാട്ട് മസാല, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താലും മതി. ഞാനൊരു ടേസ്റ്റിന് ചേർക്കുന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ചാട്ട് മസാല. പിന്നെ ഇത് പുളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ആംചൂർ പൗഡറാണ്, ഉണങ്ങിയ മാങ്ങയുടെ പൗഡറാണ്. അത് ലൈം ജ്യൂസ് ചേർത്താലും മതി, ഒരല്പം ലൈം ജ്യൂസ് ചേർത്താലും മതി. ആംചൂർ പൗഡർ തന്നെ വേണമെന്നില്ല. ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഉരുട്ടി ഇപ്പോൾ തന്നെ മാറ്റി വയ്ക്കണം. അപ്പോൾ എളുപ്പമായിരിക്കും നമുക്ക് ഫില്ല് ചെയ്യാൻ. അല്ലെങ്കിൽ എപ്പോഴും കയ്യിൽ പൊട്ടറ്റോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പരത്താനൊക്കെ പ്രയാസം വരും. മാവ് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇതിനെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വലുതാക്കണം. നടുക്ക് പ്രസ് ചെയ്യരുത്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയിട്ട് സൈഡ് നമ്മൾ താമരപ്പൂ മാതിരി ഇങ്ങനെ സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു കുഴി പോലെ നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യില്ലേ ഫില്ല് ചെയ്യാൻ, അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഫില്ലിങ് വെളിയിൽ വരില്ല. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വച്ചിട്ട് ഒന്ന് അമർത്തി എല്ലായിടവും ഒരുപോലെ ആ ഫില്ലിങ് വരണ രീതിയിൽ ഇങ്ങനെ ആക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രം ഫില്ലിങ് കാണും, ഒരു സൈഡിൽ മാവ് മാത്രമേ കാണൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെ പൊട്ടറ്റോ വരും. പിന്നെ ഇങ്ങനെ പതുക്കെ ആക്കി കൊടുക്കണം. പരിചയമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി പ്രസ് ചെയ്യരുത്, പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. മാവ് ഇനി തൂറ്റി കൊടുത്താലും മതി. എടുത്ത് നമ്മൾ അതിലോട്ട് ഇടുമ്പോൾ ചിലപ്പം എല്ലാം കൂടി വെളിയിൽ വരും. അതുകൊണ്ട് ചെറുതായിട്ട് മാവ് തൂറ്റി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ഒത്തിരി അങ്ങ് പരത്തണ്ട. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പറാട്ടയാണ്. ഇതിന് ഒത്തിരി പരത്തി നമ്മുടെ സാധാ ചപ്പാത്തി പോലെ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തിട്ട് എണ്ണയായാലും മതി, നമ്മൾ ഈ ചപ്പാത്തി അതിലിട്ട് കൊടുക്കാം. നമ്മൾ എളുപ്പത്തിനായിട്ട് ആദ്യം ഫില്ലിങ് എല്ലാം നിറച്ച് മാറ്റി വെച്ച ശേഷം ചുട്ടു തുടങ്ങിയാലും മതി. പരത്തിയിടണ്ട, ഫില്ലിങ് നിറച്ച് വെച്ചിട്ട് അപ്പോൾ ഓരോന്നും വേവുന്ന സമയത്തിന് നമുക്ക് വേഗം പരത്തിയെടുക്കാം. പരത്താൻ എളുപ്പമാണ്. സാധാ ചപ്പാത്തി പോലെയല്ല, എളുപ്പം പരത്തിയെടുക്കാൻ പറ്റും. ആ ഫില്ല് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ. ഇതിൽ പുറത്ത് ഞാൻ നെയ്യാണ് തൂക്കുന്നത്. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് നെയ്യ് ഹെൽത്ത് നോക്കുന്നവർ എണ്ണ ചേർത്താലും മതി, എണ്ണ ഇല്ലാതെയും ഉണ്ടാക്കാം. പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും, അത്രയേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ പറാട്ട ഉണ്ടാക്കി. ഇനി ഒന്നുകൂടി ഞാനിത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരികയാണ്. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നത്. ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരുമിച്ച് ചേർത്ത് പ്രസ് ചെയ്ത് ഫില്ലിങ് വെളിയിൽ വരാത്ത രീതിയിൽ ആക്കണം. എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ഇനി വേറൊരു ടൈപ്പാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം ഒരു ചപ്പാത്തി ഞാൻ പരത്തിയിട്ടു. ഒരേ ഷേപ്പിൽ ഒരേ സൈസിൽ നമ്മൾ 2 ചപ്പാത്തിക്ക് പരത്തി വയ്ക്കണം. പരത്തി വെച്ച ശേഷം ഈ സിലിക്കൺ മാറ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ഒരേ സൈസ് നോക്കാൻ പറ്റും. ഇതേ കണ്ടോ, അങ്ങനെ സൈസ് നോക്കിയിട്ട് അങ്ങനെ ഒന്നിൻ്റെ പുറത്ത് നമ്മൾ ഈ പൊട്ടറ്റോ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നല്ല കനം കുറച്ച് എല്ലായിടത്തും സൈഡ് വരരുത്, സൈഡിൽ നമുക്ക് ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ പരത്തി ഒരുപോലെ വരണ രീതിയിൽ ആക്കി കൊടുക്കണം. കനം കൂടിപ്പോകരുത്. തേച്ച് കൊടുത്താൽ മതി, സ്പൂൺ വെച്ച് തേച്ച് കൊടുത്താലും മതി.
എന്നിട്ട് മറ്റേ ചപ്പാത്തി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് സൈഡ് ഒട്ടിച്ചു കൊടുക്കണം. ചപ്പാത്തി ഇത് ഗോതമ്പ് മാവായതുകൊണ്ട് ഒട്ടാൻ എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് അത് പൊട്ടിപ്പോവാതെ പതുക്കെ ഒന്ന് കുറച്ചൊന്ന് പരത്തി കൊടുക്കണം. അതൊന്ന് അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് മാവ് തൂറ്റി കൊടുത്ത ശേഷം നമ്മളിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. നിങ്ങൾക്ക് ഈ സിലിക്കൺ മാറ്റ് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. നല്ല ക്വാളിറ്റി നോക്കി വാങ്ങണമെന്നേ ഉള്ളൂ. വളരെ യൂസാണ്. നമുക്ക് പരത്താനും ഒക്കെ നല്ല എളുപ്പമാണിതിൽ. വലിയ വിലയും ഇല്ല. നിങ്ങൾ ഓൺലൈൻ ഒന്ന് ചെക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഉണ്ടാക്കിയ പറാട്ടയും ചുട്ടെടുത്തു. ചെറിയ തീയിലിട്ടുണ്ടാക്കണം. എൻ്റെ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അവൻ ഇടത് കൈ വെച്ചിട്ടാണ് ഉണ്ടാക്കണം. അവൻ ലെഫ്റ്റ് ഹാൻഡാണ് വശം. അതുകൊണ്ട് അത് വെച്ച് ഇടത് കൈ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. പിന്നെ ഞാനിതിന് പറ്റിയ ഒരു സാലഡ് ഉണ്ടാക്കുകയാണ്. ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ കുറച്ച് സവാള, പിന്നെ മല്ലിയില, പച്ചമുളക്, ഇത്രയും വെച്ചിട്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കുകയാണ്. ഇത് ഫുഡ് പ്രോസസ്സറിൽ വെച്ച് എളുപ്പം ഒറ്റ പ്രാവശ്യം 1 സെക്കൻഡ് ഒന്ന് അടിച്ചാലും മതി, ഇങ്ങനെ ആയി കിട്ടും. ഈസിയാണ്. ഇതിൽ ഞാൻ തൈര് ചേർക്കുന്നുണ്ട്. തൈരും കുറച്ച് ഉപ്പ്, കുറച്ച് ഷുഗർ, ഇത്രയും ചേർത്താലും. ഈ ഷുഗർ വേണമെങ്കിൽ ചേർത്താലും മതി. പക്ഷേ ഷുഗർ ചേർക്കുമ്പോൾ ഒരു ബാലൻസ് ആയി കിട്ടും. അതിൻ്റെ ആ കടുപ്പം. ചിലർക്ക് മധുരം ഇഷ്ടപ്പെടില്ല. ഞാൻ ഒരു നുള്ള് ഷുഗറാണ് ചേർക്കുന്നത്. പിന്നെ ഒരല്പം ജീരകപ്പൊടി, പിന്നെ കുറച്ച് ബ്ലാക്ക് സോൾട്ട്, അത് വേണമെങ്കിൽ ചേർത്താലും മതി. അത് ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കും. നമ്മൾ ചാട്ടൊക്കെ കഴിക്കണതിൻ്റെ ഒരു മണം വരും. അതിനാണ് ഞാൻ ബ്ലാക്ക് സോൾട്ട് ചേർക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. ഇളയ മോനാണ്. അവന് പ്ലേറ്റൊക്കെ വയ്ക്കാം, അങ്ങനെയൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു തരും. അവന് സുഖമില്ലായിരുന്നു, പനിയായിരുന്നു. ഇപ്പോൾ ഒന്ന് ശരിയായതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരാട്ട റെഡിയായി. ഇത് സ്വീറ്റ് ചട്നിയാണ്. വളരെ ടേസ്റ്റാണ്. സ്വീറ്റ് ചട്നി ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റ് ആയിരുന്നു. കണ്ടോ, എളുപ്പം മുറിഞ്ഞു വരും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പറാട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.